നമസ്കാരം. പേർഷ്യൻ ഗൾഫിലെ യുദ്ധത്തിന്റെ പൊടിക്കാറ്റ് ഇപ്പോൾ ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ തയ്യാറായ ഒരു മഹാവിപത്തിലേക്ക് വഴിമാറുകയാണ്. ഒരു പ്രാദേശിക സംഘർഷമായി ആരംഭിച്ച യുദ്ധം ഇന്ന് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു. കാരണം ഇറാൻ ഇനി ഒരു രാജ്യത്തിനോട് മാത്രമായി പ്രതികരിക്കുന്നില്ല, പകരം ഒരു വ്യൂഹപരമായ ശക്തിയായി, ആഗോള സാമ്പത്തിക ശിരാസന്ധികളെ തന്നെ പിടിച്ചുകെട്ടുന്ന ശക്തിയായി മാറുകയാണ്. ഹോർമുസ് കടലിടുക്കിനെ അടച്ചതിലൂടെ ലോകത്തിലെ ഏകദേശം 20% എണ്ണ വിതരണത്തെ തന്നെ നിയന്ത്രണത്തിലാക്കിയ ഇറാൻ ഇപ്പോൾ അതിലും ഭീകരമായ ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. ബാബൽ മന്ദബ് എന്ന മറ്റൊരു സുപ്രധാന കടലിടുക്കിനെയും ലക്ഷ്യമിടുന്നുവെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് വെറും സൈനിക ഭീഷണി മാത്രമല്ല, ലോകത്തിന്റെ ജീവധാരയായ എണ്ണ, ഭക്ഷണം, വളങ്ങൾ, ഗ്യാസ് എന്നിവയുടെ ഗതാഗത പാതകളെ പൂർണ്ണമായും പിടിച്ചടക്കാനുള്ള ഒരു കണക്ക് കൂട്ടിയ നീക്കം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ചോദ്യമുയർന്നു, ആരാണ് ഈ അവസ്ഥയിലേക്ക് ലോകത്തെ എത്തിച്ചത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകിയ ആക്രമണ നയങ്ങളാണ് ഈ മഹാവിപത്തിന്റെ വിത്ത് വിതച്ചത്. ഒരു രാജ്യം തകർക്കാൻ എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച യുദ്ധം ഇന്ന് ആ രാജ്യത്തെ കൂടുതൽ ശക്തമാക്കുകയും അമേരിക്കയെ തന്ത്രപരമായ പരാജയത്തിലേക്ക് തള്ളുകയും ചെയ്യുന്നതായി വിശകലനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. ഇറാനെ ദുർബലമാക്കാനായിരുന്നു അമേരിക്കയുടെ ശ്രമം. എന്നാൽ സംഭവിച്ചത് അതിന്റെ വിപരീതമാണ്. നിരവധി സൈനിക കേന്ദ്രങ്ങൾ തകർന്നിട്ടും ഇറാൻ തന്റെ യഥാർത്ഥ ശക്തി, അസമാന യുദ്ധതന്ത്രങ്ങൾ എന്നിവ പ്രയോഗിക്കാൻ തുടങ്ങി. കടൽ മാർഗങ്ങൾ അടയ്ക്കൽ, മിസൈൽ ആക്രമണങ്ങൾ, പ്രോക്സി സൈനിക ശക്തികളുടെ വിന്യാസം, ഇവയിലൂടെ ഇറാൻ ഇപ്പോൾ ലോകത്തെ തന്നെ പിടിച്ചുകെട്ടുന്ന നിലയിലാണ് എത്തി നിൽക്കുന്നത്. ഹോർമൂസ് അടച്ചതിന്റെ ആഘാതം ലോകം ഇതിനകം അനുഭവിച്ചു കഴിഞ്ഞു. എണ്ണവില കുതിച്ചുയരുന്നു, സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാവും, സ്റ്റാഗ്ഫ്ലേഷൻ ഭീഷണി ഉയരുന്നു. ഇപ്പോൾ ബാബൽ മന്ദബ് കൂടി അടച്ചാൽ ആഗോള വ്യാപാരത്തിന്റെ ശ്വാസം തന്നെ മുട്ടുന്ന അവസ്ഥ സംജാതമാണ്. ഈ രണ്ട് കടലിടുക്കുകളും ചേർന്നാൽ ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കടൽപാതകൾ മുഴുവനായി തടസ്സപ്പെടും. ഇത് വെറും സാമ്പത്തിക പ്രതിസന്ധിയല്ല, ഇത് സീമകളില്ലാത്ത യുദ്ധത്തിന്റെ ഭീകര വിപ്ലവമാണ്. ഇറാൻ വളരെ വ്യക്തമായ സന്ദേശമാണ് ലോകത്തോട് പറയുന്നത്: നമ്മളെ തകർക്കാൻ ശ്രമിച്ചാൽ ലോകം തന്നെ തകർന്നു പോകും. ഇതൊരു പ്രതികാര രാഷ്ട്രീയമല്ല, ഇതൊരു നിയന്ത്രണ രാഷ്ട്രീയമാണ്. ഗ്ലോബൽ സപ്ലൈ ചെയിൻ തന്നെ ആയുധമാക്കുന്ന ഒരു പുതിയ യുദ്ധശൈലി. ഇതിന്റെ മറുവശത്ത് അമേരിക്കയുടെ നിലപാട് ആശങ്കാജനകമാണ്. ഹോർമുസ് തുറക്കാൻ പോലും സഖ്യരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്ന നിലയിലേക്ക് ഡൊണാൾഡ് ട്രംപ് താഴ്ന്നിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ച ശക്തി ഇപ്പോൾ അതിന്റെ ഫലങ്ങൾ നിയന്ത്രിക്കാൻ പോലും തയ്യാറല്ല എന്നത് ലോക നേതൃത്വത്തിലെ വലിയ ശൂന്യതയെ തുറന്നു കാട്ടുകയാണ്. 40-ലധികം രാജ്യങ്ങൾ ചേർന്ന് ഹോർമുസ് തുറക്കാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പോലും അമേരിക്കയുടെ അഭാവം ലോകത്തിന് ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നു: ഈ യുദ്ധം നിയന്ത്രണാതീതമായിരിക്കുന്നു. ഇറാൻ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ കടൽപാതകളെ മാത്രം ലക്ഷ്യമിടുന്നത്. യുദ്ധം മണ്ണിൽ മാത്രമല്ല, സമുദ്രത്തിലും സാമ്പത്തിക മേഖലയിലും രാഷ്ട്രീയ ബന്ധങ്ങളിലും നടക്കും. അതാണ് ഇറാന്റെ ശക്തി. ഇന്നത്തെ യുദ്ധത്തിൽ വിജയി ആര് എന്നത് ഇനി മിസൈലുകൾ തീരുമാനിക്കുന്നില്ല. ആഗോള വ്യാപാര പാതകളെ നിയന്ത്രിക്കുന്നവരാണ് യഥാർത്ഥ വിജയികളാകാൻ പോകുന്നത്. അമേരിക്കയുടെ ആക്രമണ നയങ്ങൾ ലോകത്തെ ഒരു അപകടകരമായ വഴിത്തിരിവിലേക്ക് എത്തിച്ചു. ഒരു രാജ്യത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ആ രാജ്യം തന്നെ ആഗോള വ്യവസ്ഥയുടെ ഹൃദയത്തിൽ കൈവച്ചിരിക്കുന്നു. ഇതൊരു തന്ത്രപരമായ പിഴവല്ല, ഇതൊരു ചരിത്രപരമായ തെറ്റാണ്. ഇപ്പോൾ ചോദ്യം ഒന്ന് മാത്രമാണ്: ലോകം ഇറാനെ തടയുമോ, അല്ലെങ്കിൽ ഇറാൻ ഇനി ലോകത്തെ നിയന്ത്രിക്കുമോ? ഈ യുദ്ധം ഒരു പ്രദേശത്തിന്റെ പ്രശ്നമല്ല, ഇത് മനുഷ്യരാശിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പോരാട്ടമാവുകയാണ്.